തിള വന്ന് തുടങ്ങി നമുക്ക് ഓഫ് ചെയ്യാം. ഒത്തിരി തിളച്ചാൽ സാമ്പാറിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോകും. ഇനി നമുക്ക് കടുക് വറുത്തൊഴിക്കാം. മല്ലിച്ചപ്പ് ഇട്ടിട്ടില്ല, അത് ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കുവാണ്, ഉപ്പ് വെള്ളത്തിൽ. അപ്പം നമുക്കിനി കടുക് വറുക്കാം. ഇനി നമ്മളൊരു സാമ്പാറാണ് വെക്കാൻ പോണത്. 2 ചെറിയ ടൊമാറ്റോ, ഒരു വെണ്ടയ്ക്ക ഒരെണ്ണം, പിന്നെ ഒരു പീസ് കുമ്പളങ്ങ, കോല്, ചെറിയ ഒരു കോല, 2 ക്യാരറ്റ്, പിന്നെ ഞാനിത് കാന്താരിയാണ് ഇരുന്നത്, പച്ചമുളകിന് പകരം. പിന്നെ ഇഞ്ചിട്ട് ചെറുള്ളി, 2 വെളുത്തുള്ളി. ഇനി നമുക്കിത് സാമ്പാർ കഷ്ണങ്ങളാക്കാം. നമ്മളെല്ലാം പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് ആദ്യം അടുപ്പത്ത് വെക്കാം. ഞാനൊരു 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പം തുവരപ്പരിപ്പ്. നമുക്ക് ആദ്യം ഈ പരിപ്പ് നന്നായിട്ട് കഴുകി അടുപ്പത്ത് വെക്കാം. കുക്കറിലാണ് വെക്കുന്നത്. പരിപ്പ് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഉപ്പ്, അടുപ്പത്ത് വയ്ക്കാം. നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്തു. നമുക്ക് വെജിറ്റബിൾസ് വെക്കാം. പരിപ്പ് മാറ്റിയിട്ട്, പരിപ്പ് വെന്തത് നമ്മൾ മാറ്റി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്നിച്ചിടാം. ഈ വെജിറ്റബിൾസും വേറെയാണ്, എല്ലാം കൂടെ ഇട്ട് നമ്മൾ ഒന്നിച്ച് വേവിച്ചെടുക്കുവാണ്. പരിപ്പ് വേറെ വേവിക്കും. നമുക്ക് ഇതിനാവശ്യമുള്ള വെള്ളം വയ്ക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ച് വെക്കാം. അടുപ്പത്ത് വയ്ക്കും. വെജിറ്റബിൾസ് നമ്മൾ അതേ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. 3 വിസിൽ അടിക്കണം. നമ്മുടെ വെജിറ്റബിൾസ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച പരിപ്പിനകത്തോട്ടിടാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കേണ്ടി വരും. ഇച്ചിരി ചാറ് കുറവാണ്, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ സാമ്പാർ വെന്ത് നമ്മൾ വെച്ച് കഴിഞ്ഞ് പിന്നെ തണുക്കുമ്പോൾ കുറുകി പോകും. അപ്പം നമ്മൾ മാക്സിമം വെള്ളം ചേർത്ത് വേണം എപ്പോഴും സാമ്പാർ വയ്ക്കുക. നമുക്ക് ഇതിനകത്ത് അരപ്പുകളൊക്കെ ചേർത്ത് കൊടുക്കണം. അരപ്പല്ല, പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. ലേശം മുളക് പൊടി, കുറച്ച് 1/2 സ്പൂൺ മല്ലിപ്പൊടി, സാമ്പാർ പൊടി, കായപ്പൊടി,
നമുക്കത് ഇളക്കി കൊടുക്കാം. ഞാനിങ്ങനെയാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ സാമ്പാർ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റിയാണെന്നാണ് എല്ലാവരും പറയണത്. പിന്നെ ഞാൻ വെജിറ്റബിൾസ് എല്ലാം കൂട്ടും, എല്ലാ വെജിറ്റബിൾസും ഒന്നും ഇടുകയില്ല. ഞാനൊരു എല്ലാം കൂടെ ഒരു 5-6 കൂട്ടം ഉണ്ടാവുള്ളൂ. മുരിങ്ങക്കോല്, ടൊമാറ്റോ, വെള്ളരിക്ക, ബീൻസ് ഞാൻ ഇടേണ്ടതാണ്. പക്ഷേ ഇന്ന് എൻ്റെ ബീൻസ് ഉണ്ടായില്ല, അപ്പോൾ അത് മാത്രം ഞാൻ ഇട്ടിട്ടില്ല. കോല്, ടൊമാറ്റോ, പച്ചമുളക്, ചെറുള്ളി, ക്യാരറ്റ്, ഇത്രയും കൂട്ടുള്ളൂ. ഇനി 2 മല്ലിച്ചപ്പും കൂടെ ഇത് ഒത്തിരി തിളച്ച് പോകണ്ട. നമ്മൾ ഈ പൊടികളെല്ലാം ചേർത്ത് കഴിയുമ്പം ഇതൊന്നും നന്നായിട്ട് തിള വരുമ്പോഴത്തേനും ഓഫ് ചെയ്യണം. പിന്നെ നമ്മൾ കടുക് വറുത്ത് ഒഴിച്ചാൽ മതി. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ കേട്ടോ. അത് നമ്മൾ വീട്ടിൽ തേങ്ങ ഉണങ്ങി ആട്ടിച്ച വെളിച്ചെണ്ണയാണ്, മായമൊന്നുമില്ല. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കടുക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക്, ചെറുള്ളി, കറിവേപ്പില. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാറാണേ.